നിയന്ത്രണം ഒന്ന് VMC ഹനീഫുമായിരുന്നു എന്ന് ഹനീഫ്ക വളരെ അഭിമാന പുരസ്സരം പറയുമ്പോൾ ഞാനും അഭിമാനം കൊണ്ടിട്ടുണ്ട്. കാരണം രണ്ട് മലയാളികൾക്ക് ഒന്ന് ഞാൻ അറിയുന്ന ഹനീഫ്കയാണല്ലോ എന്ന് ഓർത്തിട്ട് ഞാനും അഭിമാനം കൊണ്ടിട്ടുണ്ട്. ഇപ്പൊ സിദ്ദിഖ പറഞ്ഞ പോലെ, അത് ദിലീപ് പറഞ്ഞ പോലെ ഹനീഫ്കയെ കുറിച്ച് ഇതൊന്നുമല്ല പറയേണ്ടത്. ഹനീഫ്ക എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ ഇദ്ദേഹത്തിന് ഇത്ര പ്രായമായി, അദ്ദേഹം 1951 ജനിച്ചതാണ് എന്ന് ഞാൻ അറിയുന്നത് അദ്ദേഹത്തിന്റെ മരിക്കുന്ന ഇന്നാണ്. എന്റെ പ്രായമുള്ള ഒരാള്, അല്ലെങ്കിൽ ദിലീപിന്റെ പ്രായമുള്ള ഒരാള് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം കുഞ്ചാക്കോ ബോബൻ, ദിലീപ്, പൃഥ്വിരാജ്, ഞാനൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ. എന്നും മനസ്സിൽ യുവത്വം കാത്തു നിന്ന മലയാളത്തിലെ അപൂർവം ആയ ഒരു കലാകാരനായിരുന്നു ഹനീഫ്ക. അതുപോലെ തന്നെ ഹനീഫയുടെ കോട്ടുവായെ കുറിച്ച് എനിക്ക് പറയാമെന്ന് വെച്ചാൽ, ഹനീഫ കോട്ടുവായ ഇടുമ്പോ അൽഹംദുലില്ലാ എന്ന് പറയും, അമ്മേ നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. പക്ഷെ ഇതിനൊക്കെ ഒരു വേർഷൻ ഉണ്ടായിരുന്നു. പലരും പറയും ഇവൻ മമ്മൂട്ടിയുടെ പടത്തിൽ അഭിനയിക്കുമ്പോൾ അൽഹംദുലില്ലാ എന്നും, മോഹൻലാലിന്റെ പടത്തിൽ അഭിനയിക്കുമ്പോൾ ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഈ പാവം അതൊന്നുമല്ല, അദ്ദേഹത്തിന്റേതായ ഒരു വ്യക്തിത്വത്തിന്റെ പേരിൽ ഇത് പറയുന്നു. അപ്പൊ അതിനെ ഹനീഫ്കയെ സംബന്ധിച്ച് എനിക്കൊരു നഷ്ടവുമില്ല. കാരണം ഞാൻ നാളെ പോകാനുള്ള സ്ഥലത്തേക്കാണ് ഹനീഫ്ക ഇന്ന് പോയിരിക്കുന്നത്. എനിക്കൊരു നഷ്ടവുമില്ല. കാരണം അദ്ദേഹത്തിന്റെ 2 കുട്ടികൾക്കുള്ള നഷ്ടം, അല്ല ഹനീഫ്കയെ കുറിച്ച് എനിക്ക് നഷ്ടമില്ല, ദുഃഖവുമില്ല. ആ സാഫയും മറുവയും അവരുടെ ദുഃഖത്തിന് മാത്രമേ എനിക്ക് ദുഃഖമുള്ളൂ. അത് സലികുമാർ എന്ന ഒരു നടന് ഹനീഫ്ക എന്ന്. കാരണം ഇന്ന് ഹനീഫ്ക പോയി, നാളെ ഹനീഫ്കയെ ഞാൻ കാണാൻ പോകുമ്പോൾ ഞാൻ പറയുന്നു, ഹനീഫ്ക അല്പം പേടിയുള്ള മനുഷ്യനാണ്, ഹനീഫ്ക നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളൂ, പിറകെ ഞാനുണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രമായിരിക്കും. ഒരിക്കലും ഒരു 5-6 വർഷം മുമ്പ് ഹനീഫ്കയുടെ ഉമ്മ മരിക്കുന്ന സമയത്ത് ഞാൻ ഹിന്ദുവാണ്. അപ്പോൾ ഞാൻ ആ ഉമ്മയുടെ മൃതദേഹം ചുവന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് വിളിച്ചുകൊണ്ട് ഹനീഫ്കയുടെ വീട്ടിൽ നിന്നും എറണാകുളത്തെ ജുമാ മസ്ജിദിലേക്ക് പോയി. അവിടെ എനിക്ക് കയറാൻ പറ്റിയില്ല. ഞാൻ കയറാൻ ശ്രമിച്ചു. ഹനീഫ നീ കയറരുതെന്ന് പറഞ്ഞു. കാരണം എനിക്കും കർമ്മം ചെയ്യുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഹനീഫ നീ കയറണ്ട, നീ പുറത്തിരിക്കാൻ പറഞ്ഞു. തൊട്ട് പുറകിലെന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഹനീഫ്ക അവസാനം എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പറഞ്ഞു, എടാ ഞാൻ ഈ നന്ദിയല്ല എങ്ങനെ തീർക്കുമെന്ന് പറഞ്ഞു. ഞാൻ നാളെ അദ്ദേഹത്തിന്റെ മയ്യത്ത് അത് ചുമന്നിരിക്കും. എന്നിരുന്നാൽ പോലും നാളെ ഞാൻ പറയാൻ പോകുന്നത്, ഹനീഫ്ക നിങ്ങൾ ഇപ്പൊ പൊയ്ക്കോളാ, ഞാനും പുറകെ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. എനിക്കൊരു ദുഃഖവുമില്ല വിനു. കാരണം നാളെ ഞാനും പോകേണ്ട സ്ഥലത്തേക്കാ ഹനീഫ്ക പോയിരിക്കുന്നത്. ഒരിക്കലും ദുഃഖമില്ല. എനിക്ക് ആ 2 കുട്ടികളെ ഓർത്ത്, അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഓർത്ത് മാത്രമേ ദുഃഖമുള്ളൂ. സാഫയും മർവയും ഞാൻ ഒരുപാട് കളിയൊക്കെ ഉണ്ട്. അദ്ദേഹം എന്നോട് വിളിച്ചു പറഞ്ഞടാ, ഞാൻ എന്റെ മക്കൾക്ക് പേരിട്ടു സാഫ, മർവ. അപ്പൊ അവര് ട്വിൻസാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഹനീഫ്ക നിങ്ങൾക്ക് 2 ട്വിൻസ് ജനിച്ചതിന്റെ പേര് കുഴപ്പമില്ല, 3 കുട്ടികളാണെങ്കിൽ നിങ്ങൾ 3ാമത്തെ കുട്ടികൾക്ക് 1000 പാദസ്വരം എന്നിട്ടേനെന്ന് പറഞ്ഞപ്പോൾ ആ പൊട്ടിച്ചിരികൾ മാത്രമേ എന്റെ ഹനീഫ മരിച്ചു എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റാ. ഒരു പൊട്ടിച്ചിരി മാത്രമേ കേൾക്കുന്നുള്ളൂ. നാളെ ഒരു പക്ഷെ കണ്ടാലും എന്താണെന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ നാളെ കാണാൻ പോകും, തീർച്ചയായിട്ടും കാണാൻ പോകുന്ന വെച്ചാൽ അദ്ദേഹത്തെ പറയാൻ പോകുന്നതാണ്, ധൈര്യമായിട്ട് പോയിക്കൊള്ളൂ, അല്പം പേടിയുള്ള മനുഷ്യനാ, ധൈര്യമായിട്ട് പോയിക്കൊള്ളൂ, സലിംകുമാറൊക്കെ പുറകെയുണ്ട് എന്ന് പറയാൻ വേണ്ടി തന്നെയാ. നന്ദി സലിംകുമാർ.